നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സ്കൂട്ടിയുടെ ഫാൻ ബെൽറ്റാണ്. നമുക്ക് ഫാൻ ബെൽറ്റ് ഒരു വശം ബ്ലേഡ് ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബെൽറ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ പൂവിൻ്റെ സെൻറ്റർ ഭാഗം ക്രമീകരിക്കുന്നത്. നന്നായി റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് റൗണ്ട് വിടർന്നു പോകാതിരിക്കാൻ വേണ്ടി ഫ്ലസ് കിക്ക് ഉപയോഗിച്ച് നമുക്ക് അതിന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഓരോ ബെൽറ്റുകളായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ 7 ബെൽറ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബെൽറ്റ് ഒന്ന് കളർ ചെയ്തെടുക്കാം. അതിന് വൈറ്റ് പ്രൈമർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കട്ട് ചെയ്തിരിക്കുന്ന ഓരോ ബെൽറ്റുകളും കളർ ചെയ്യുന്നുണ്ട്. എളുപ്പത്തിന് വേണ്ടി എല്ലാം ഒരുമിച്ച് വെച്ചാണ് നമ്മൾ കളർ ചെയ്യുന്നത്. അതിനുവേണ്ടി ബ്ലൂ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബെൽറ്റും നന്നായി കളർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പൂവിൻ്റെ വർക്ക് ആരംഭിക്കാം. ആദ്യം നമുക്ക് പൂവിൻ്റെ നടുഭാഗം ക്രമീകരിക്കാം. നമ്മൾ ചുമരിലാണ് കേട്ടോ പൂ ക്രമീകരിക്കാൻ പോകുന്നത്. അതിനുശേഷം ഓരോ ഇതളുകൾ പോലെ ബാക്കിയുള്ള ബെൽറ്റുകൾ കൂടി യോജിപ്പിക്കാം. ഇതിനെ ഫ്ലസ് കുക്ക് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബെൽറ്റുകളെല്ലാം ഓരോന്നായി ക്രമീകരിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വർക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് ബെൽറ്റിൻ്റെ ഓരോ അഗ്രങ്ങളും ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ പൂവ് അത്യാവശ്യം നല്ലൊരു ലുക്കിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം എല്ലാ ഭാഗത്തും പ്ലസ് കിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഔട്ട്ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ പൂവിൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കല്ലേ.